വിഷ്ണുട്ടന്റെ ലോകം എന്ന് പറയുന്നത് നമ്മളല്ലേ? ആ നമ്മളെ വിട്ട് വിഷ്ണുട്ടൻ എവിടെ പോവാന്? ഒരിടത്തേക്കും പോവില്ല. നമ്മൾ നീ ഒന്നും ഉണ്ടായിരിക്കുന്നേ? എനിക്ക് എന്റെ മോനെ കണ്ടിട്ട് ഒന്ന് മരിക്കാൻ പറ്റുമോ? അച്ഛാ, വിഷ്ണുട്ടൻ വരും. നമ്മളെയൊക്കെ വിട്ട് വിഷ്ണുട്ടൻ എവിടേക്കും പോവാനാവില്ല. പോവാൻ നമ്മളെ സമ്മതിക്കില്ല. അത് തന്നെ കാര്യം. അമ്മ ആ ചായയും തന്നെ. അച്ഛൻ ഈ ചായ കുടിച്ചേ. എനിക്ക് വേണ്ട മോളെ. കുടിക്കേ. അച്ഛന്റെ മോളല്ലേ ഈ പറയുന്നേ? കുടിക്കേ. അച്ഛന് ഒരു കുറവും വരുത്തരുതെന്ന് പറഞ്ഞിട്ടാ അച്ഛന്റെ മകൻ പോയിരിക്കുന്നെ. ആ വാക്ക് ഞങ്ങക്ക് പാലിക്കണ്ടേ? അച്ഛന്റെ മോൻ വരും. വരാതെ എവിടെ പോവാനാ? വരും. വരും, ഉറപ്പായിട്ടും. അച്ഛന് ചായ കുടിക്കേ. വരും അല്ലേ? എന്തായാലും വരും. വരുമെങ്കിൽ പിന്നെ ഞാൻ ചായ കുടിക്കാം. ശാരദാമ്മേ, എന്തായാലും എന്റെ മോൻ വിഷ്ണു വരും കേട്ടോ. അവൻ വന്നിട്ടേ കണ്ടിട്ട് പോയാ മതി കേട്ടോ. ആ ഇങ്ങി വാ, ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. എടാ മക്കളെ, എവിടെടാ നീ? എടാ ഒന്ന് പാടാ. അച്ഛന് വയ്യടാ നിന്നെ കാണാണ്ട്. എടാ, ഞാനും എന്റെ മുതലാളിയും പണം പലിശയ്ക്ക് വാങ്ങിക്കും. ചിലപ്പോ പലിശയ്ക്കല്ലാതെ വാങ്ങിക്കും. പക്ഷേ തിരിച്ചു കൊടുക്കത്തില്ല. അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ചോദിക്കാനെങ്ങാനും വന്നാ ഇതുപോലെ എന്റെ പൊന്നിയേട്ടാ, ഇതുകൊണ്ട് മുതലാളിയുടെ മുന്നിൽ ഇട്ടിട്ട് വേണം എനിക്ക് വീട്ടിൽ പോവാൻ. ഞാൻ പോട്ടെ. ഭാര്യയും 3-4 മക്കളും ഒക്കെ ഉള്ള ഒരു പ്രാരാബ്ധക്കാരനാ. ഇതിന്റെ മുന്നിൽ നിന്ന് മാറിയുന്ന ഞാനങ്ങ് ഈ പ്രാരാബ്ധക്കാരനെ ഒക്കെ അങ്ങ് മാറ്റണം. മാറണം അങ്ങോട്ട്. ഇറച്ചിയിൽ മണ്ണ് പറ്റാതിരിക്കണമെങ്കിൽ അങ്ങോട്ട് മാറിക്കടാ. ചേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇത് എന്റെ വണ്ടിയൊന്നുമല്ല. ഇതിനെന്തെങ്കിലും പറ്റിയാ ഞാൻ എന്റെ കുടുംബം വിൽക്കേണ്ടി വരും. അതുകൊണ്ട് മാറിക്കാനുള്ള നിന്നോട് പറഞ്ഞ ഇവനോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ചേട്ടാ, ഞാൻ ഈ പറയുന്ന ഒന്നും നിങ്ങൾ കേക്ക് ചേട്ടാ. എന്താണ് നീ കളിക്കുന്നത്? ഇവന്റെ കയ്യിൽ ഇന്ന് വരെ ഇങ്ങനെ ആരെങ്കിലും പിടിച്ചിട്ടില്ല. മിണ്ടാ നിക്കടാ അവിടെ. ഇവൻ പെണ്ണൊന്നുമല്ലല്ലോ. ഒന്ന് പിടിച്ചാലുടനെ രോമാഞ്ചം വരാനായിട്ട്. രോഹിത് അല്ലേ? ഞാൻ മറന്നിട്ടില്ല. ഇതിത്തിരി ടൈം എടുക്കും. ചുമ്മാ നിൽക്കുമെന്നെ കൂടിക്കോ.
രോഹിത്, ഇവൻ എത്ര കാശാ തരാനുള്ളത്? 8500. നീ ഇപ്പൊ കൊടുക്കുന്നോ അതോ കൊടുക്കാം. കാശറാ? എടുക്കടാ. അപ്പോ ഇത് പോക്കറ്റ് തിരികെ വെച്ചിട്ടാ നീ ഈ പണിയൊക്കെ കാണിച്ചല്ലേ? ഒന്ന് പേടിപ്പിച്ച് നോക്കിയാ 8500 പോക്കറ്റ് ഇരിക്കുമല്ലോ അല്ലേ? ലീഡോ, ബ്രോ, നമുക്ക് ആദ്യം ഹോസ്പിറ്റലിൽ പോവാം, എന്നിട്ട് ഞാൻ വീട്ടിലേക്കാക്കാം. വാ. പതിയെ. ആ, മേലാൽ അവന്റെ കൺവെട്ടത്ത് പോലും വന്നു പോരുത്, മനസ്സിലായണോ?